ചില ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിച്ചു, ഇന്നും കൂടി കേട്ടോ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഒരിക്കലും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ദിവസം ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പം ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങിയ ഒരാളാണ്. ഇപ്പോൾ ബസ്സിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആ 1 മണിക്കൂറും ഞാനിങ്ങനെ ഉടയ തമ്പുരാനോട് ചോദിക്കുന്നൊരു കാര്യമായിരുന്നു, ഈ ഒരു ദിവസം ഇല്ലായിരുന്നുവെങ്കിൽ. കാരണം അത്രമേൽ വിഷമം ഉള്ളൊരു ദിവസമാണ് എനിക്കെല്ലാം കൊണ്ടുപോയിന്ന്. സങ്കടം എന്ന് പറയാൻ, നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റാൽ ആദ്യമൊക്കെ പ്രഭാതകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓടുന്നതെങ്കിൽ ഇപ്പം കണ്ണ് തുറന്നാൽ നോക്കുക, നമ്മുടെ ഫോൺ എവിടെ, വാട്സപ്പ് എവിടെ, ഫേസ്ബുക്ക് എവിടെ, യൂട്യൂബ് എവിടെ, ഫേസ്ബുക്കിൽ എത്ര പൈസയായി, യൂട്യൂബിൽ എത്ര ഡോളർ കയറി, അല്ലേ വാട്സപ്പിൻ്റെ അകത്ത് ആരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ആർക്കൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് തിരിച്ചയക്കണം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതേപോലെ എല്ലാവരും ചെയ്യും പോലെ രാവിലെ എഴുന്നേറ്റു വാട്സപ്പ് നോക്കി. അതിൽ എൻ്റെ കൂട്ടുകാരിയുണ്ട്, അവളെനിക്കങ്ങനെ മെസ്സേജൊന്നും അയക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെ സ്റ്റാറ്റസ് ഇടുമ്പം അതിനെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക. അപ്പോൾ പെട്ടെന്ന് അവളുടെ മെസ്സേജ് കണ്ടപ്പോൾ, ഇവളെനിക്ക് മെസ്സേജ് അയക്കലില്ലല്ലോ, അപ്പം പെട്ടെന്ന് നമ്മൾ നോക്കുമല്ലോ ഇവളെന്താ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജ്, ഏകദേശം ഒരു 100 ആൾക്കാർ മെസ്സേജിൻ്റെ അതിൻ്റെ പുറത്ത് എൻ്റെ ഫോണിൽ വന്ന് കിടക്കാറുണ്ട്. അപ്പം ഇതെല്ലാം കൂടിയും സ്ക്രോൾ ചെയ്ത് ഞാൻ നോക്കി കഴിയുമ്പോൾക്ക് ഒരു സമയമാവും. പക്ഷേ ഇന്ന് ഞാൻ ഫോൺ എടുത്തപ്പോൾക്ക് എൻ്റെ കൂട്ടുകാരിയുടെ മെസ്സേജാണ് മുകളിൽ വന്നിരിക്കുന്നത്. മുകളിൽ എന്ന് പറയാൻ 1-2 ആൾക്കാരുടെ നമ്പർ, അത്യാവശ്യമുള്ള 1-2 ആൾക്കാരുടെ, ഒന്നെൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നല്ല 2 ബ്രദർമാർ, സ്വന്തം ബ്രദറല്ല കേട്ടോ. നമുക്കൊരു അമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കണമെന്നില്ലല്ലോ, സഹോദരങ്ങളാവാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ 1-2 ആൾക്കാരുടെ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 നമ്പറുകളാണല്ലോ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റുക. അപ്പം 3-മത്തെ കഴിഞ്ഞ് 4-മത്തത് എൻ്റെ കൂട്ടുകാരിയുടെ നമ്പർ. ഞാൻ വേഗം ആകാംക്ഷഭരിതമായിട്ട് തുറന്നു നോക്കിയാൽ, ഇവളെന്താ എനിക്ക് മെസ്സേജ് അയക്കലില്ലല്ലോ, ഇന്നെന്താ അയച്ചത് എന്നുള്ള ഒന്ന് നോക്കിയതാ. അന്നപ്പം ഞാൻ നഴ്സറി പഠിക്കുന്ന കാലം തൊട്ട്, നഴ്സറി പഠിക്കുന്ന കാലം എന്ന് പറയുമ്പം നമ്മുടെ കുട്ടിക്കാലം, എത്ര വയസ്സാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അന്നൊക്കെ സ്കൂളിൽ ചേർത്ത് 5-ാം വയസ്സിലാണെന്ന് കേട്ടിട്ടുണ്ട്. നഴ്സറി പഠിച്ചത് തൊട്ടിട്ട് ഞാൻ പഠനം നിർത്തുന്നവരെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ ഒരാൾ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞൊരു ദിവസമാണ്. എന്തിനാടാ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ളൊരു അവസരം പോലും അവൻ തരാതെ അവൻ വിട വാങ്ങി എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ അരമുനെ അകത്തേക്ക് പോയിട്ടെടുക്കും, നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ വന്നതാ. അപ്പം അവൾ അത് കണ്ടപാടക്ക് എനിക്കെടുത്ത് അയച്ചു തന്നു. അവൾ വിചാരിച്ചത് കോരങ്ങാട് സ്കൂളിൽ ഞങ്ങളുടെ സഹപാഠിയായിട്ട് പഠിച്ച ഒരു വ്യക്തി എന്നുള്ളതാണ്. അവൾക്കറിയില്ല എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെന്നുള്ളതും ഞങ്ങൾ നഴ്സറി തൊട്ടിട്ട് കളിക്കൂട്ടുകാരാണെന്നുള്ളതും ഒന്നും അറിയില്ല. അപ്പം അവൻ തന്നെ ജീവനൊടുക്കിയതാട്ടോ. ഒരാളോടും, ഒരു മനുഷ്യനോടും ഒന്ന് അങ്ങോട്ട് നിൽക്കുമെന്ന് പറയാത്തൊരുത്തന്, അല്ലേ ഒരുപാട് വിവാദങ്ങൾക്ക് നടുക്ക് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നോട്
എൻ്റെ കൂടെ പഠിച്ച പലർക്കും കണ്ടാൽ സംസാരിക്കാൻ അല്ലെ കണ്ടാലൊന്ന് ചിരിക്കാനും ഭയങ്കര മടിയാണ്. പക്ഷേ ഇവനതൊന്നുമില്ല കേട്ടോ. അങ്ങാടിയിൽ നിന്ന് എത്ര ആൾക്കാരുടെ നടുക്ക് നിൽക്കുകയാണെങ്കിലും ജസ്യാന്നൊരു വിളിയുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, എടാ എന്ന് തിരിച്ചൊരു വാക്ക് പറയുമ്പോൾ, എപ്പോഴും ഞാൻ പൂനൂർ പോകുമ്പം കാണുന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടു മാറുന്ന സമയത്താണ് എൻ്റെ സഹോദരി വിളിച്ചിട്ട് പറയുന്നത് ഉമ്മാക്ക് ചെറിയൊരു ഹെൽത്തിനൊരു പ്രശ്നം. അപ്പം ഉമ്മ കോഴിക്കോട് ഇക്കറയിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അടുത്ത വിഷമകരമായിട്ടുള്ള വാർത്ത. ഉമ്മാനെ പിന്നെ നമുക്ക് റിക്കവർ ആക്കിയിട്ട് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചെറിയ ഒരു വയ്യായ്യ മാത്രമേ ഉള്ളൂ ഉമ്മക്ക്. പക്ഷേ അതിനോടൊപ്പം ഇവൻ്റെ അതുകൂടും കേട്ടപ്പോൾ വളരെ വിഷമം തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെപ്പോഴും കാണുന്നൊരു മുഖം പെട്ടെന്ന് കാണാതെ ആയപ്പം ഒരു വിഷമം. ചെറിയൊരു മോനോ മോളോ അങ്ങാനുണ്ടാവാൻ. ഇപ്പം എൻ്റെയൊക്കെ കല്യാണത്തിനൊന്നും എന്തിന് ലാസ്റ്റ് എൻ്റെ മാമൻ്റെ ആണ്ടിനൊക്കെ ചോറ് വെക്കാനൊക്കെ ഇവനായിരുന്നു. ഇവന് ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പം എങ്ങനെ പറയാച്ചാൽ ഇന്നത്തെ ഒരു ദിവസം എല്ലാം കൊണ്ടും വിഷമമാണ്. അപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് പെട്ടെന്ന് നമ്മൾ കണ്ണ് തുറന്നപ്പോൾ തന്നെ ഒരു മരണ വാർത്ത കേട്ടപ്പം ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് ഇക്രയിലേക്ക് വരണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വണ്ടി എടുക്കാനൊന്നും നിന്നില്ല. കാരണം എനിക്കറിയാം എന്നെ വിഷമമായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് നമ്മുടെ ജീവൻ മാത്രമല്ല, റോഡുമ്മ കൂടെ പോകുന്ന ആൾക്കാരുടെ ജീവനോട് നമ്മൾ നോക്കണം. അന്നപ്പം എന്തിനാണ് മറ്റുള്ളവരെ നമ്മൾ ഒരു ആപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പം ഞാൻ എന്താക്കി, നേരെ ബസ്സിന് കയറി അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിലും എടാ നീ എന്തിനിത് ചെയ്തു എന്നുള്ളൊരു വിഷമം. കാരണം ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അങ്ങോട്ട് നിൽക്കുന്നോ, ഒരു മുഖം കറുപ്പിച്ചിട്ടോ, അല്ലെ ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടോ, അല്ലെ ഒരു കള്ള് കുടിച്ചിട്ടോ കഞ്ചാവ് കുടിച്ചിട്ടോ ഒന്നും നടക്കുന്നൊരു പയ്യനല്ല. നല്ല ദീനപരമായിട്ട് നടക്കുന്ന, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കുന്ന, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്ന, ഉമ്മയുടെ കാര്യം നോക്കുന്ന ഒരു മകൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പം വളരെ വിഷമം തോന്നിയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ബസ്സിൽ കോഴിക്കോട് നിന്ന് ഉള്ളിയിരിക്കുക ബസ് കയറിയത്, 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ ചിന്തിക്കുക, ഈ ഒരു ദിവസം ലൈഫിലില്ലായിരുന്നുവെങ്കിൽ ഉണ്ടല്ലേ. നമുക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എൻ്റെ ഫ്രണ്ട് മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു ദിവസം ഇല്ലായിരുന്നു എങ്കിന്ന് അറിയാണ്ട് ഇങ്ങനെ ചിന്തിച്ചു പോവുക. അതാണ് മനുഷ്യൻ്റെ. നമ്മൾ ആരോടും അഹങ്കരിച്ചിട്ടോ, നിങ്ങൾ പറയും നീ സ്വയം ചിന്തിക്കുകയെന്ന് പറഞ്ഞ് കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ, അഹങ്കരിച്ചും മറ്റുള്ളവരെ പറ്റി കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് ചിന്തിക്കുക. ഒരു ദിവസം നമ്മൾ ചൂരൽമലയിൽ കേട്ടിട്ടില്ലേ, ഒരു രാത്രി നേരം വെളുത്തപ്പോഴേക്കും കാലിനടിയിലുള്ള മണ്ണ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ അവർ നിൽക്കണ്ട വന്ന്. അത്രയേ ഉള്ളൂ. നമ്മൾ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയുള്ളൂ. നമ്മൾ അഹങ്കരിച്ചാൽ, അവരെ അഹങ്കരിച്ചിട്ടൊന്നുമല്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അവരിൽ ആരെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റൂല. എന്നപ്പം അന്നപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അഹങ്കരിച്ചിട്ട് അഹങ്കരിച്ചിങ്ങനെ ഇതാക്കി നടക്കൊന്നും വേണ്ട എന്നുള്ള ഒരു കാര്യമൊന്നും ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ
ഇതിലോടൊപ്പം വേറൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ മകനെ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടുന്ന ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവരോട് ഒരു വാണിംഗ് എന്നുള്ള രീതി പറയാണ്. മകന് 18 വയസ്സ് ആയിട്ടില്ല. മകൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് IT ആക്ട് പ്രകാരം മാത്രമല്ല, ചൈൽഡിൻ്റെ ആ ഒരു ഇതിലേ കൂടി കേസ് പോവും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടുന്ന സമയത്ത് മുതിർന്ന ആൾക്കാരുടെ പോലെ അവർക്കത് എടുത്ത് പെരുമാറാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് കുറച്ച് കൂടുതലായിരിക്കും. അതും കൂടി ചിന്തിച്ചിട്ട് ഇനി ആരെങ്കിലും കുട്ടികളെ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടാൻ, എൻ്റെന്നില്ല ആരുടെയെങ്കിലും കുട്ടികളെ എടുത്തിടാൻ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ പലരെയും പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, ഒരു മീനില്ലേ കയ്യിലേക്കെടുത്ത് കൊഴുത്ത് വീണ് പോവുക, അതേപോലെ എവിടുന്നും നിങ്ങൾക്ക് കുതിറി മാറാൻ പറ്റിയെങ്കിലും കുട്ടികളെ തൊട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പോൾ എലി കെണി കുടുങ്ങാന്ന് കേട്ടില്ലേ? നല്ല ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുന്ന പേര് പറയുന്നില്ല, ഈ കപ്പ എന്ന് പറയും, കപ്പയും അല്ലേ തേങ്ങയുടെ മുറിയൊക്കെ വെച്ചിട്ട് എലിനെ പിടിക്കില്ലേ, അതേപോലെ എലി കെണി കുടുങ്ങുന്ന മാതിരി കുടുങ്ങിപ്പോവും. അത് ആജീവനാന്തം നിങ്ങൾക്കത് ഒരു പാടായിട്ട് നിങ്ങളുടെ ലൈഫിൽ, പാടം അല്ല പാട്, ഇതേപോലെ മറുകായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ അവിടെ കിടക്കും. അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ മാത്രമായിരിക്കില്ല, പലരും അനുഭവിക്കേണ്ടി വരും. അതും കൂടി ഓർത്തിട്ട് കുട്ടികളെ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടുക. അപ്പോൾ ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല, ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കുട്ടി നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട്. അത് ചൈൽഡിലേക്കാണ് പോവുക. അതും കൂടി ഞാൻ പറഞ്ഞിട്ട്, ചൈൽഡിൽ ഒരു പരാതി വന്നാൽ അത് ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളല്ലേ, നന്ദിലത്ത് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്ദിലത്ത് ഒരു സ്റ്റാഫിന് വേണ്ടിയിട്ട് സംസാരിച്ചതല്ലേ, കാണാം. ആ സ്റ്റാഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് ആണ് അവൻ ഈ വീഡിയോ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഏതായാലും നന്ദിലത്ത് സ്റ്റാഫിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഓർത്തിരിക്കുക. നാട്ടിലും വീട്ടിലും നാണം കെട്ടുക മാത്രമല്ല, പണിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഇനി അവനെ നന്ദിലത്ത് ഗ്രൂപ്പിൻ്റെ അല്ലെ നന്ദിലത്തിൽ ഒരു സ്റ്റാഫ് എന്ന് പറയേണ്ട ഗതികേട് നമുക്കാർക്കും വരില്ല എന്നുള്ളതും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.